Hello friends, welcome to Toppers World 2.0. So, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 2 ഗ്രീറ്റിംഗ്സ് ആണ്. നമുക്ക് റീഡ് ചെയ്യാം. Let us read. When I meet someone, I say Namaste. When I meet someone in the morning, I say good morning. നമ്മൾ ഗ്രീറ്റിംഗ്സ് ആണ്. നമ്മൾ രാവിലെ എങ്ങനെയാണ് വിഷ് ചെയ്യുക, ഒരാളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് അവരെ ഗ്രീറ്റ് ചെയ്യുക, ആഫ്റ്റർനൂൺ കാണുകയാണെങ്കിൽ എങ്ങനെ ഗ്രീറ്റ് ചെയ്യും, നൈറ്റിലാണെങ്കിൽ എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആരെങ്കിലും ആദ്യമായി കാണുക, നമ്മൾ മീറ്റ് ചെയ്യും സമയത്ത് നമ്മൾ എന്ത് പറയും? നമസ്തേ എന്ന് പറയും അല്ലേ? ഇവിടെ നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ, നമസ്തേ പറയുന്നുണ്ട് കുട്ടികൾ. ഇവിടെ നോക്കി കുട്ടികൾ എന്താ സംസാരിക്കുന്നത്? ഞാൻ ആരെങ്കിലും ഇവിടെ കണ്ടു രാവിലെ മോർണിംഗ് അല്ലേ, മോർണിംഗിൽ വെച്ച് എന്താ രാവിലെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? ഐ സേ ഗുഡ് മോർണിംഗ്. എന്ത് പറയും? ഗുഡ് മോർണിംഗ്. ഉച്ചയ്ക്കാണെങ്കിലോ നമ്മൾ ആഫ്റ്റർനൂൺ ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെങ്കിൽ when I meet someone in the afternoon I say good afternoon. ഉച്ചയ്ക്കാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഗുഡ് ആഫ്റ്റർനൂൺ. ഈവനിങ് ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെങ്കിലോ when I meet someone in the evening I say good evening. എന്ത് പറയണം? വൈകുന്നേരമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാ? ഗുഡ് ഈവനിങ്. നൈറ്റിലാണെങ്കിലോ when I go to bed, നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? I say ഗുഡ് നൈറ്റ്. എന്താ പറയാ? ഗുഡ് നൈറ്റ്. എന്താ? രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ് ഗുഡ് ഈവനിങ്, നൈറ്റിലോ രാത്രിയിലോ ഗുഡ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിയേ. മാച്ച് ദ പിക്ചർ വിത്ത് ദീസ് സെന്റൻസസ്. ഈ ചിത്രങ്ങളിലേക്ക് തന്ന സെന്റൻസുകൾ മാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നാമത്തെ സെന്റൻസ് എന്താ? വായിക്കൂ. ഐ കോംബ് മൈ ഹെയർ. ഞാൻ എൻ്റെ മുടി ചീകും. കോംബ് ചെയ്യുക പറഞ്ഞാൽ ചീകുക, മുടി ചീകുന്നത്. ഇവിടെ ഏതാ ചിത്രം? എന്താ അല്ലെ? സെക്കൻഡ് ചിത്രത്തിൽ കണ്ടൊരു ബോയ് എന്താ ചെയ്യുന്നത്? ഈ കോംബ് ഹിസ് ഹെയർ. ഓക്കെ, ഇവിടെ എന്താണ്? ഐ കോംബ്. ഈ കുട്ടി മുടി ചീന്തുകയാണ്. അപ്പൊ എന്താ പറയണത്? ഐ കോംബ് മൈ ഹെയർ. ഞാൻ എൻ്റെ മുടി ചീകുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ മാച്ച് ചെയ്യുക. അടുത്തത് ഐ സീ മൈ ടീച്ചർ. ഞാൻ എൻ്റെ ടീച്ചറെ കണ്ടു. ഇവിടെ അല്ലെ ചിത്രം, ഇതിലേക്ക് മാച്ച് ചെയ്യുക. അടുത്തത് ഐ ഈറ്റ് മൈ ഫുഡ്. ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു. ഐ ഹിയർ ദ ബെൽ റിംഗ്. എനിക്ക് ബെല്ലിന്റെ ശബ്ദം കേൾക്കാം. ഐ ഹിയർ ദ ബെൽ റിംഗ്. ഐ വാക്ക് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഐ വാക്ക് ടു സ്കൂൾ. ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കും. ഐ പ്ലേ ഫുട്ബോൾ. നോക്കിക്കേ, ഇതുപോലെ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് റൈറ്റ് ദ ലെറ്റേഴ്സ്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ജി തൊട്ടിട്ട് പി വരെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. ഇതുപോലെ എഴുതി പഠിക്കുക. ജി ക്യാപിറ്റൽ ലെറ്റർ, രണ്ടാമത് തന്നിരിക്കുന്നത് സ്മോൾ ലെറ്റർ. അടുത്തത് എച്ച്, അടുത്ത എന്താ ലെറ്റർ? ജി എച്ച് ഐ. നെക്സ്റ്റ് ജെ കെ എൽ എം എൻ ഒ പി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച് നമ്മൾ ലെറ്റർ സൗണ്ടുകളാണ് നോക്കുന്നത്. ഓരോ ലെറ്റേഴ്സ് വെച്ചുള്ള വേർഡ്സ്. ഓക്കെ, നമ്മൾ ആദ്യം എഫ് വെച്ചിട്ടുള്ള എഫ് എന്നുള്ള ലെറ്റർ അറിയാലോ അല്ലേ? അപ്പൊ എഫ് വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് എന്താണ്? ഫോക്സ്. എന്താണ്? ഫോക്സ് എന്ന് വെച്ചാൽ എന്താ? കുറുക്കൻ അല്ലേ? ഫോക്സ്. അടുത്തത് ഫൂട്ട്. എന്താണ്? റേഡിയോ ഫൂട്ട്. കാൽപാദത്തിനെയാണ് നമ്മൾ ഫൂട്ട് പറയുക. അടുത്തത് ഫിഷ്. ഫിഷ്. നെക്സ്റ്റ് ജി വെച്ചുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഗോട്ട്. ആട് അല്ലെ? ഗോട്ട് എന്ന് വെച്ചാൽ ഏത് അനിമൽ ആണ്? ആട്. ഗോട്ട്. നെക്സ്റ്റ് ഗേറ്റ്. അടുത്തത് ഗേൾ. നെക്സ്റ്റ് എച്ച്. എച്ച് വെച്ചിട്ടുള്ള ഏതാണ്? ഹൗസ്. ഹൗസ് എന്ന് വെച്ചാൽ എന്താ? വീട്. നെക്സ്റ്റ് ഹാൻഡ്. ഹാൻഡ് കണ്ടില്ലേ? കൈ അല്ലെ? ഹൗ മെനി ഫിംഗേഴ്സ് ഇൻ യുവർ ഹാൻഡ്? നമ്മുടെ കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ടാവും? ഒരു ഹാൻഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? എണ്ണി നോക്കിക്കേ. 1 2 3 4 5. എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 ഫിംഗേഴ്സ് അല്ലേ? ഹാൻഡ്. ഇതെന്താണ്? ഹാൻഡ്. അടുത്തത് ഹട്ട്. എന്താണ്? ഹട്ട്. ചെറിയ വീട് നമ്മൾ പറയുന്നതാണ് ഹട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഐ. ഐ വെച്ചുള്ള വേർഡ്സ് എന്താ? അയേൺ. ഇവിടെ അയൺ ബോക്സ് കണ്ടിട്ടില്ലേ? അയേൺ. അടുത്തത് ഐസ്. കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ഐസ് ക്യൂബ് കണ്ടിട്ടില്ലേ? ഐസ്. അടുത്തത് ഇങ്ക് പോട്ട്. ഇങ്ക് പോട്ട്. അടുത്തത് ജെ ലെറ്റർ. ജാക്കറ്റ്. ജാക്കറ്റ്. ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട്. ലാർജസ്റ്റ് ഫ്രൂട്ട് ഏതാണ്? ജാക്ക് ഫ്രൂട്ട് അല്ലെ? വലിയ ഫ്രൂട്ട് ആണ് ജാക്ക് ഫ്രൂട്ട്. അടുത്തത് ജഗ്. ജഗ്. ഓക്കെ, അടുത്തത് സേ അലൗഡ് ഈച്ച് ലെറ്റർ then encircle the picture which begins with the same letter sound. നമ്മള് ആദ്യം ലെറ്റർ റീഡ് ചെയ്യുക. ഏത് ലെറ്റർ ആണിത്? ജി അല്ലെ? ജി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതാണോ, ഇതിൽ ഏതിന്റെ, ഈ പിക്ചർ കണ്ടില്ലേ, ഈ പിക്ചറിൽ ഏതിന്റെ നെയിമാണ് ജി ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ചുറ്റും വട്ടം വരയ്ക്കുക, സർക്കിൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കൂ, ആദ്യത്തെ ചിത്രം എന്താണ്? അതെന്താ നമ്മൾ പഠിച്ചതല്ലേ? ഹൗസ് അല്ലെ? ഹൗസിന്റെ ആദ്യത്തെ ലെറ്റർ എന്താ? എച്ച്.
അടുത്തത് ഇതെന്താണ്? ഗേൾ. ഗേളിന്റെ ആദ്യത്തെ ലെറ്റർ എന്താ? ഫസ്റ്റ് ലെറ്റർ എന്താണ്? ജി. എന്താണ്? ജി. അപ്പൊ നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത് എന്താണ്? വട്ടം വരയ്ക്കേണ്ടത് ഏതിലാണ്? ഗേളില്. ഓക്കെ, അടുത്ത ചിത്രം എന്താണ്? അയേൺ ആണ് അല്ലെ? അയേണിന്റെ ആദ്യത്തെ ലെറ്റർ ഐ ആണ്. അപ്പൊ നമ്മൾ മൂന്നെണ്ണത്തിൽ ഏത് സർക്കിൾ ചെയ്യണം? ഗേൾ. ഇതുപോലെ അടുത്തത് നമ്മൾ ലെറ്റർ നോക്കുക, എഫ്. എഫ് വെച്ച് ഈ 3 വേർഡ്സ് നമുക്ക് അറിയില്ലേ? ഇതെന്താണ്? ഫ്ലവർ, ഹോഴ്സ്, സ്റ്റാർ. ഫ്ലവർ ആണ് അല്ലെ? എഫ് സ്റ്റാർ. എഫ് ഫസ്റ്റ് ലെറ്റർ എഫ് ഉള്ളത് ഏത് വേർഡിന്റെയാണ്? ഫ്ലവർ. അപ്പൊ ഫ്ലവർ സർക്കിൾ ചെയ്യുക. അടുത്തത് ജെ, ജാക്ക് ഫ്രൂട്ട്. ബി, ഇതെന്താണ്? ഹാൻഡ്. ഏതിന്റെയാണ്? നമ്മൾ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ട്. അടുത്തത് എച്ച്, ഇതാരാണ്? കാറ്റ്. നെക്സ്റ്റ് കൈറ്റ്. അടുത്തെന്താ? ഹാർട്ട്. അപ്പൊ ഏത് നമ്മൾ സർക്കിൾ ചെയ്യണം? ഹാർട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? ജി വെച്ചിട്ടുള്ള വേർഡ് ഏതാണ്? ഗേൾ. എഫ് വെച്ചിട്ട് ഫ്ലവർ. ജെ വെച്ചിട്ട് ജാക്ക് ഫ്രൂട്ട്. എച്ച് ആരാണ്? ഹാർട്ട്. നെക്സ്റ്റ് ലെറ്റ് us sing. ഒരു പോയം ആണ്. ഓക്കെ, നമുക്ക് ഈ പോയം റീഡ് ചെയ്യാം. ലെറ്റ് us sing. Hope a little. Hope a little. Jump a little. 1, 2, 3. Stamp a little. Skip a little. Tap one knee. Dance a little, twist a little, shake your hand. Yarn a little, sleep a little in your bed. So നമ്മളിവിടെ കുറച്ച് ന്യൂ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നോക്കൂ? ഹോപ്പ്. അപ്പൊ ന്യൂ വേർഡ്സിന്റെ സ്പെല്ലിംഗ് മറക്കാതെ പഠിക്കുക. ഹോപ്പ്, ജംപ്, സ്റ്റാമ്പ്, സ്കിപ്പ്, ടാപ്പ്, ഡാൻസ്, ട്വിസ്റ്റ്, ഷേക്ക്, yarn, സ്ലീപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ന്യൂ വേർഡ്സ് ഒന്നും കൂടെ റീഡ് ചെയ്യാം. Hope, jump, stamp, skip, tap, dance, twist, shake, yarn, sleep. Okay. അപ്പൊ നമ്മൾ ഇവിടെ ഈ പോയത്തിൽ കുറച്ച് ആക്ഷൻ വേർഡ്സ് പഠിച്ചു അല്ലെ? എന്തൊക്കെയാ നമ്മൾ പഠിച്ച ആക്ഷൻ വേർഡ്സ്? ഇവിടെ നമ്മൾ നോക്കൂ, ഡാൻസ് ചെയ്യുന്നു അല്ലെ? ചെയ്യുന്ന കാര്യമാണോ? ഡാൻസ് ചെയ്യണു. പിന്നെന്താണ്? അതുപോലെ നോക്കിക്കേ, നമ്മൾ അതുപോലെ കുറച്ച് ആക്ഷൻ വേർഡ്സ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റൺ, ഓടുക അല്ലെ? റൺ, വാക്ക്, സിറ്റ്, സ്റ്റാൻഡ് ആൻഡ് സ്ട്രെച്ച്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചത് ഹോപ്പ് പറഞ്ഞു അല്ലെ? ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാബിറ്റ്സ് ഒക്കെ ചാടില്ലേ? അതുപോലെ ചെറിയ അധികം ഹൈറ്റ് ഇല്ലാണ്ട് ചാടുന്നത് നമ്മൾ ഹോപ്പ് എന്ന് പറയാം. എന്നാൽ ഹൈറ്റിൽ നമ്മൾ ചാടുന്നത് നമ്മൾ എന്ത് പറയും? ജമ്പ് എന്ന് പറയും അല്ലെ? ജമ്പ്. ഹോപ്പും ജമ്പും എന്ന് പറയുന്ന വ്യത്യാസമാണ്. നമ്മൾ റാബിറ്റ്സ് ഒക്കെ ചാടുന്നത് നമ്മൾ ഹോപ്പിംഗ് എന്നാണ് പറയാ. ഓക്കെ, അതുപോലെ ചാടുന്നത് മങ്കീസ് ഒക്കെ ചാടുന്നത് എങ്ങനെയാണ്? ജമ്പിങ് എന്ന് പറയും. ഓക്കെ, അതൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. ഓക്കെ, ആക്ഷൻ വേർഡ്സ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഈ കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നത്? സ്കിപ്പ് ചെയ്യുന്നു അല്ലെ? സ്കിപ്പ് ചെയ്യുന്നത് എന്താണ്? ആക്ഷൻ ആണ്. ഹോപ്പ് ചെയ്യുന്നത് എന്താ? ആക്ഷൻ ആണ്. ജമ്പ് ചെയ്യുന്നത് ആക്ഷൻ വേർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ടോക്ക്. ഇവിടെ ചിത്രം കാണുന്നുണ്ട്. ഈ പേജും നിങ്ങളുടെ അടുത്ത പേജ് നോക്കിയേ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? കുറേ ചിൽഡ്രൻസ് കളിക്കുന്നുണ്ട് അല്ലെ? രണ്ട് ടീച്ചേഴ്സ് സംസാരിക്കുന്നു. ഇവിടെ എന്താ കുട്ടി കാണിക്കുന്നത്? ഊഞ്ഞാലാടുന്നുണ്ട്. സോ നമ്മളിവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ പിക്ചർ? ഈ രണ്ട് ചിത്രങ്ങൾ നോക്കുക. ഈ രണ്ട് ചിത്രത്തിലും കൂടെ എത്ര കുട്ടികളാണുള്ളത്? കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതുക. എത്ര ചിൽഡ്രൻസ് ഉണ്ട്? 28. വാട്ട് ഗെയിംസ് ആർ ദേ പ്ലേയിങ്? ഇവിടെ കുട്ടികൾ എന്തൊക്കെ ഗെയിംസ്? ഒരുപാട് ഗെയിംസ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ ഗെയിംസ് ഇവിടെ കുട്ടികൾ പ്ലേ ചെയ്യുന്നത്? നെയിംസ് ഇവിടെ എഴുതില്ലേ? സ്കിപ്പിംഗ്, ഹോപ്പിംഗ്, പ്ലേയിങ് വിത്ത് ബോൾ, അങ്ങനെ കുറെ ഗെയിംസ് കുട്ടികൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണ്? ഫുട്ബോൾ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിയുടെ പേര് എഴുതുക. സം ചിൽഡ്രൻസ് ഇൻ ദ പിക്ചർ ആർ നോട്ട് പ്ലേയിങ് ഗെയിംസ്. വാട്ട് ആർ ദേ ഡൂയിങ്? കുറച്ച് കുട്ടികൾ കളിക്കുന്നൊന്നുമില്ല. അവര് മറ്റെന്തൊക്കെയാണ് ചെയ്യുന്നത്? റീഡിങ് ബുക്സ്, ഡ്രോയിങ് ആൻഡ് ഈറ്റിംഗ്. നെക്സ്റ്റ് പേജ്. മാച്ച് ദ ആക്ഷൻസ് വിത്ത് ദ പിക്ചർ. ആക്ഷൻസും അതിന്റെ ചിത്രങ്ങളും തമ്മിൽ ജോയിൻ ചെയ്യുക, മാച്ച് ചെയ്യുക. They are dancing. അവര് ഡാൻസ് കളിക്കുന്നു. ഏതാണ് ചിത്രം? സെക്കൻഡിൽ ഏതാ? They are dancing. അടുത്തത് she is jumping. അവൾ ചാടുന്നു. കണ്ടോ? She is jumping. He is yarning. ഏതാണ്? കണ്ടില്ലേ ആ കുട്ടി ചെയ്യുന്നത്? കോട്ടുവാ വിടുന്നത് നമ്മൾ yarning എന്ന് പറയാം. She is hopping. ഏതാണ്? ഇവിടെ കണ്ടു കുട്ടി കളിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് hopping. They are walking. അവര് നടക്കുന്നു. walking. അപ്പൊ നമ്മൾ പഠിച്ച ആക്ഷൻ വേർഡ്സ് എന്തൊക്കെയാണ്? ഡാൻസിങ്, ജമ്പിങ്, yarning, hopping, walking. നെക്സ്റ്റ് പേജ് നോക്കൂ. സീമ ഈസ് റണ്ണിങ്. സീമ ഓടുന്നു. എവിടെ? സീമ ഈസ് റണ്ണിങ്. ദാ. കുമാർ ഈസ് സ്ട്രെച്ചിങ്. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. എവിടെയാണ് ഡോഗ് ഉറങ്ങുന്നത്? കണ്ടില്ലേ?
Vidal is bending. The boy is skipping. കണ്ടില്ലേ? ഇതുപോലെ ആക്ഷൻ വേർഡ്സുമായിട്ട് ചിത്രത്തെ നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഏതൊക്കെ ആക്ഷൻ വേർഡ്സാണ് പഠിച്ചത്? റണ്ണിങ്, ഓടുക അല്ലെ, സ്ട്രെച്ചിങ്, സ്ലീപ്പിംഗ്, ബെൻഡിങ്, സ്കിപ്പിംഗ്. നെക്സ്റ്റ് പേജ്, ലെറ്റ് ആസ് പ്ലേ. ഇവിടെ ഒരു ഗെയിമിനെ കുറിച്ചാണ് പറയണത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ നൊണ്ടി കളിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഹോപ്സ് കോച്ച്. എന്താണ് പറയുക? ഹോപ്സ് കോച്ച്. എല്ലാവരും കളിച്ചിട്ടില്ലേ? ഹോപ്സ് കോച്ച് കളിക്കാൻ അറിയില്ലേ? എങ്ങനെ കളിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു ടു ഡ്രോ ദ പിക്ചർ ഓൺ ദ ഫ്ലോർ. യു ഹാവ് ടു ടേക്ക് turns to jump and hope. Jump with one foot in each box. നിങ്ങളുടെ ടീച്ചർ ഇതുപോലെ ഫ്ലോറിൽ കോളങ്ങൾ വരച്ചു തരും. അപ്പൊ എന്ത് ചെയ്യാ? ഒരു കാല് വെച്ചിട്ട് വേണം ഓരോ കോളത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്ത് പോവുക. സ്റ്റാർട്ട് വിത്ത് 1. ഒന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഗോ ടിൽ യു റീച്ച് നമ്പർ 7. 7 എത്തുന്നത് വരെ ഇതുപോലെ നോണ്ടിയിട്ട് ഹോപ്പ് ചെയ്ത് പോവുക. ദെൻ ടേൺ അറൌണ്ട് ആൻഡ് കം ബാക്ക്. എന്നിട്ട് തിരിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് 1ലേക്ക് തന്നെ വരിക. ഇഫ് യു പുട്ട് യുവർ ഫുട്ട് ഔട്ട്സൈഡ് ദ ബോക്സ് ദെൻ യു ആർ ഔട്ട്. നമ്മൾ കാലുകൾ കോളത്തിന്റെ പുറത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട് ആകും. ഇങ്ങനെയാണ് നമ്മൾ ഈ കളി കളിക്കുക. കളിയുടെ പേരെന്താണ്? ഹോപ്സ് കോച്ച്. ഹോപ്സ് കോച്ച്. When you were playing one round, did you jump? അങ്ങനെ നമ്മൾ 1 റൗണ്ട് കളിച്ചു. നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. Did you hope? നിങ്ങൾ ഹോപ്പ് ചെയ്തോ? യെസ്. Did you have fun? നല്ല രസമുണ്ടായിരുന്നോ ഗെയിം? യെസ്. Did you count the numbers while playing? നമ്മൾ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് 1, 2, 3 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നുണ്ടോ? യെസ്. You may make children play in this game with variations, changing the shape, using letters instead of numbers and so on. നമുക്ക് ഗെയിം എങ്ങനെ വേണമെങ്കിൽ കളിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ കോളത്തിൽ 1, 2, 3 പകരം നമ്പേഴ്സ് എഴുതാം. അതുപോലെ ഇതുപോലെ ഷേപ്പുകൾ മാറ്റി വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ ഗെയിംസ് കളിക്കാം. ഓക്കെ, അടുത്ത പേജിൽ ലെറ്റ് us write. Look at the picture and fill in the words from the boxes. ഇവിടെ നോക്കി ചിത്രം നോക്കിയിട്ട് നമ്മളിവിടെ ഈ വാക്കുകളാണ് ഇവിടെ നമ്മൾ ഇതിൽ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, എന്താ? ഡാൻസ്. എവിടെ വേർഡ്? ഇതാണ്ടോ ഡാൻസ്. ഇവിടെ വിട്ടുപോയ ലെറ്റേഴ്സ് ഫില്ല് ചെയ്യുക. DANCE, dance. അടുത്ത ഹോപ്പ്. ഹോപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? HOP. നെക്സ്റ്റ് സ്കിപ്പ്. SKIP. സ്ലീപ്പ്. SLEEP. ബാൻഡ്. BEND. ജംപ്. JUMP. ഈറ്റ് എന്താ സ്പെല്ലിംഗ്? EAT. നെക്സ്റ്റ് പേജ്, റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ടു കംപ്ലീറ്റ് ഈച്ച് വേർഡ്. ഈ വേർഡ്സിന്റെ ഒക്കെ പേര് നമ്മൾ പഠിച്ചതല്ലേ? വിട്ടുപോയ ലെറ്റേഴ്സ് ഫില്ല് ചെയ്യുക. ഇതെന്താ സാധനം? പെൻ. പെന്നിന്റെ സ്പെല്ലിംഗ് എന്താണ്? PEN. നെക്സ്റ്റ് കാറ്റ്. കാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? CAT. അടുത്ത ആരാണ്? ഡോഗ്. ഡോഗിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയില്ലേ? DOG. അടുത്തത് 10, TEN. നെക്സ്റ്റ് എന്താ? സ്റ്റാർ. STAR. അടുത്തത് ബസ്. ബസിന്റെ സ്പെല്ലിംഗ് എന്താ? BUS. അടുത്ത ഷിപ്പ്. SHIP. ജഗിന്റെ സ്പെല്ലിംഗ് എന്താ? JUG. അടുത്തത് ആരാ? ഫോക്സ്. FOX. ഫോക്സ്. അടുത്ത നമ്മുടെ ലെറ്റർ സ്പീക്ക് പറയുകയാണ്. ലെറ്റർ സൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. കെ തൊട്ട് O വരെയുള്ള ലെറ്റേഴ്സിന്റെ വേർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കെ വെച്ച് തന്നിരിക്കുന്ന വേർഡ് പിക്ചർ നോക്കിയിട്ട് എന്താ സാധനം? നമ്മൾ പറഞ്ഞ പേരാണ് കെറ്റിൽ. ഓക്കെ, കെറ്റിൽ. ഇത് ക്വൈറ്റ്. അടുത്തത് കീ. അടുത്തത് ലെറ്റർ എന്താ? L. ലീഫ്. ലയൺ. ലെമൺ. M. മൗത്ത്. മാംഗോ. മൗസ്. N. നയൺ. നെസ്റ്റ്. നോസ്. O. owl. ox. orange. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ ശ്രദ്ധിക്കുക. നമ്മൾ അക്ഷരം നോക്കിക്കേ. നമ്മൾക്ക് ലീഫ് പറഞ്ഞ ലീഫിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? L. നയന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? N. നെക്സ്റ്റ് പേജിൽ എന്താ ചെയ്യേണ്ടത്? നോട്ടീസ് ദ ഇനിഷ്യൽ സൗണ്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ഈച്ച് റോ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ആണ്. ഫസ്റ്റ് ആദ്യത്തെ അക്ഷരം നോക്കുക. ഇതെന്താ ചിത്രത്തിൽ കാണുന്നത്? ക്യാപ്. ഇതെന്താ? മൗസ്. ഇതെന്താ? മാംഗോ. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യത്തെ ലെറ്റർ എന്താ? M ആണ്. അപ്പൊ ഇതിൽ ആരാണ് ഓഡ് വൺ? ആരാണ്? ക്യാപ്. അടുത്തത് ലയൺ, ലാംബ്, ഹാൻഡ്. ആരാണ് ഇവിടെ ഓഡ് വൺ? ആരാണ്? ഇവിടെയും L ആണ്, ഇവിടെയും L ആണ്. ഫസ്റ്റ് ലെറ്റർ ഇവിടെ എന്താ? H ആണ്. അപ്പൊ ഇതാണ് ഓഡ് വൺ. അടുത്തത് നെസ്റ്റ്, 6, 9. ആരാ ഓഡ് വൺ? 6. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് പ്ലേ ടൈമിൽ ഒരു ഗെയിം ചെയ്യാൻ പറയുകയാണ്. പ്ലേ ടൈമിൽ എന്താ ചെയ്യാൻ പറയുക? ക്യാൻ യു ഡു ദിസ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? വിത്തൗട്ട് യൂസിങ് യുവർ ഹാൻഡ്സ് ടേൺ ദ പേജസ് ഓഫ് യുവർ ബുക്ക് 1 by 1. ഹാൻഡ്സ് യൂസ് ചെയ്യാതെ, കൈകൾ ഉപയോഗിക്കാതെ ബുക്കിന്റെ പേജ് മറിച്ച് നോക്കൂ. സിറ്റ് വിത്ത് യുവർ പാർട്ട്ണർ, ലുക്ക് അറ്റ് ഈച്ച് അതേഴ്സ് ഐസ് ആൻഡ് സീ ഹൂ ബ്ലിങ്ക്സ് ഫസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കുക. ഓപ്പോസിറ്റ് നിങ്ങൾ ഇരുന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആരാണ് ആദ്യം കണ്ണുകൾ അടയ്ക്കുന്നത് നോക്കിക്കേ.
അത് പ്ലേ ടൈം ആണ്. പ്ലേ ടൈമിൽ 2 ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാൻ. അടുത്തത് ലെറ്റേഴ്സ് റൈറ്റ് ആണ്. Write these letters. Sing the ABC song again. അപ്പം നമുക്ക് ABC അറിയാലോ, ABC song അറിയില്ലേ? അപ്പൊ ഇവിടെ Q തൊട്ട് Z വരെ ലെറ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, ഇത് എഴുതിയ പോലെ നമുക്ക് ഇവിടെ എഴുതുക, കോപ്പി ചെയ്ത് എഴുതുക. Qന്റെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ R, S, T, U, V, W, X, Y, Z. നെക്സ്റ്റ് ലെറ്റർ സൗണ്ട്. P തൊട്ട് T വരെയുള്ള ലെറ്റർ സൗണ്ട് ആണ് P. PH എന്താ? പെൻസിൽ, തോട്ട്, പാരറ്റ്. പാരറ്റിനെ കണ്ടിട്ടുണ്ടോ? തത്ത അല്ലെ, നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? തത്ത. അടുത്ത Q, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യൂൾട്ട്, ക്യൂൾ. ക്യൂൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ പുതപ്പിനെ പറയണതാണ്. അടുത്തത് R, റെയിൻബോ, റോസ്, റിംഗ്. S, സ്പൂൺ, സ്വാൻ. 7, T, 10, ടൊമാറ്റോ, ടേബിൾ. സ്വാൻ എന്ന് വെച്ചാൽ ഏത് ബേർഡ് ആണ് മലയാളത്തിൽ അറിയോ? അരയന്നം എന്നാണ് പറയുക, സ്വാൻ. അപ്പൊ എല്ലാരും ഫസ്റ്റ് ലെറ്റർ നോക്കുക. പെൻസിലിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? P അല്ലേ. റോസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? R. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ പാർട്ട് 2 ഉണ്ട്, അത് മറക്കാതെ കാണുക. താങ്ക് യു.